ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഈ നാട്ടിലെ എല്ലാ വ്യാപാരി സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടും ഓഫ്ലൈനും ഓൺലൈനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞങ്ങളൊന്ന് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ എൻ്റെ പേര് സുധീർ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് SS ഡിജിറ്റൽ ഹബ് ഓച്ചിറ. എൻ്റെ മൊബൈൽ നമ്പർ 9387988990. ഇതെൻ്റെ സുഹൃത്ത് രഞ്ജിത്ത് വ്യാപാരി പ്രതിനിധിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നതായിരിക്കും. ഇത് എൻ്റെ സുഹൃത്ത് ബിന്ദുവാണ്. ബിന്ദു ഇവിടുത്തെ ഓൺലൈൻ വ്യാപാരികൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഓൺലൈൻ മേഖലയിൽ ഇപ്പോൾ എന്താണ് നിങ്ങളുടെ സവിശേഷത, എന്താണ് നിങ്ങൾ പറയുന്നത്? ഞങ്ങൾ ഓൺലൈനിൽ ഏറ്റവും വില കുറച്ച് സാധനങ്ങൾ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഓൺലൈനിൽ ഏറ്റവും വില കുറച്ച് സാധനങ്ങൾ എത്തിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. നേരെ മറിച്ച് നമ്മൾ ഓഫ്ലൈനിൽ നമ്മുടെ വ്യാപാരി സുഹൃത്തുക്കൾ എന്താണ് ചെയ്യുന്നത്? അതിനിപ്പോൾ നമ്മുടെ അടുത്തുള്ള കേരളത്തിൽ എവിടെ ആയാലും ശരി, നമ്മുടെ അടുത്തുള്ളൊരു കടയിൽ ചെന്ന്, ഇപ്പോൾ തുണിക്കടയായാലും ശരി, മൊബൈൽ ഷോപ്പായാലും ശരി, എന്ത് കട തന്നെ ആയാലും ശരി, നമ്മൾ ഓൺലൈനിൽ എടുക്കുന്നതിന് മുന്നേ നമ്മുടെ അടുത്തുള്ള കടകളിൽ ചെന്ന് നമ്മളൊന്ന് ഒരു വട്ടം പർച്ചേസ് ചെയ്യണം. അപ്പോൾ നമുക്കത് മനസ്സിലാവും. അതിൻ്റെ അവിടുത്തെ വിലക്കുറവിൻ്റെ കാര്യങ്ങളായാലും ശരി, നമുക്ക് നല്ല വിലക്കുറവുകൾ കിട്ടുന്നുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും ഓൺലൈനെക്കാട്ടി വിലക്കുറവ് ഓഫ്ലൈനിൽ തന്നെയാണ്. അത് ഈ വ്യാപാരി സുഹൃത്ത് പറഞ്ഞത് വളരെ ശരിയാണ്. നിങ്ങൾ നേരിട്ട് ചെന്ന് നോക്കൂ. നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും വ്യാപാര സ്ഥാപനത്തിൽ ചെന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വിലക്കുറവ് ഇന്ന് ഓഫ്ലൈനിൽ തന്നെയാണ്, ഓൺലൈനിലല്ല. ഈ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ഈ നാടിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഈ ഓൺലൈൻ മേഖലയിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞങ്ങൾ നാടിന് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്, ഞങ്ങൾ ഞങ്ങളുടെ ബിസിനസിന് വേണ്ടിയിട്ടാണ്. പക്ഷേ നേരെ മറിച്ച് നിങ്ങൾ നിങ്ങളുടെ ബിസിനസിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. വ്യാപാരി സുഹൃത്തെ, നിങ്ങൾ നാടിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്? നമ്മൾ നാടിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ അന്നായാലും ഇന്നാലും ഇപ്പം നാട്ടിൽ തന്നെ ഇപ്പോൾ അടുത്ത് തന്നെ നമുക്ക് എടുക്കാം ഒരു ഉരുൾപൊട്ടൽ പ്രശ്നം, വയനാട് പ്രശ്നം വന്നു. അതെ, ആ പ്രളയം വന്നു, കഴിഞ്ഞൊരു പ്രളയം വന്നു. ഇതെല്ലാം വരുമ്പോഴും നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി നമ്മൾ നിൽക്കും. വ്യാപാരി സുഹൃത്ത് പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വന്നപ്പോഴും ഏറ്റവും കൂടുതൽ ഒത്തൊരുമയോട് കൂടി കൊണ്ടുപോയിട്ടുള്ളതും ഈ വ്യാപാരി സുഹൃത്തുക്കളും നമ്മുടെ നാട്ടിലെ പൊതുജനങ്ങളുമാണ്. ഇതിപ്പം നമ്മുടെ നാട്ടിൽ നിന്നും ഏതെങ്കിലും ഒരു കടയിൽ നമ്മളൊരു പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കടക്കാരന് മാത്രമല്ല ഗുണം, അത് ആ കടയിൽ നിന്ന് അടുത്ത കടയിലേക്ക് പോവുകയും അത് അടുത്ത കടയിലേക്ക് പോവുകയും നമ്മുടെ നാട്ടിൽ തന്നെ ആ ഫണ്ട് കടന്ന് കറങ്ങുകയും ചെയ്യുന്നു. അതുമാതിരി ഈ കടക്കാർക്ക് കച്ചവടം നടക്കുന്ന മുഖാന്തരം ഇവിടുന്നുള്ള ഒരു ടാക്സ് മറ്റു കാര്യങ്ങളും നമ്മുടെ ഗവൺമെന്റിലേക്ക് എത്തപ്പെടുകയും നമ്മുടെ നാടിന് വേണ്ടിയിട്ട് ആ പണം വിനിയോഗിക്കുകയും ചെയ്യാൻ പറ്റുന്നുണ്ട്. നേരെ മറിച്ച് അത് ഓൺലൈനിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആർക്കും ഇതുകൊണ്ടൊരു ഗുണവും ഉണ്ടാകുന്നതല്ല. അപ്പോൾ നമുക്ക് നാട്ടിലുള്ള വ്യാപാരി സുഹൃത്തുക്കളെ സപ്പോർട്ട് ചെയ്യൂ, നമുക്ക് നാടിനായി ഒന്നിക്കൂ. ഈ നാട്ടിൽ നികുതി പണത്തിന് വേണ്ടിയിട്ട് ഈ വ്യാപാരി സുഹൃത്തുക്കളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക.